ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിലും യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിദ്യയെ കാണാൻ കഴിയും. ഒരു കാലത്ത് ടാങ്കുകളും യുദ്ധവിമാനങ്ങളും ആധിപത്യം സ്ഥാപിച്ചിരുന്ന യുദ്ധഭൂമിയിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ചെറിയതും ചെലവ് കുറഞ്ഞതുമായ ഡ്രോണുകളാണ്. ഏതാനും ലക്ഷം രൂപ മാത്രം വില വരുന്ന ആത്മഹത്യാ ഡ്രോണുകൾ പോലും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആയുധ സംവിധാനങ്ങളെയും സൈനിക താവളങ്ങളെയും നശിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ലോകം കാണുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും സമീപകാലത്ത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും ഡ്രോണുകളുടെ നിർണായക പങ്ക് ലോകത്തിനു മുമ്പിൽ വ്യക്തമായി തെളിയിച്ചു കഴിഞ്ഞു. ഈ പുതിയ യുദ്ധ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേന അതിന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നത്. CNN, ന്യൂസ് 18 പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിക്കുന്ന ആത്മഹത്യാ ഡ്രോണുകളെ വേഗത്തിൽ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന പുതിയ മൈക്രോ മിസൈൽ സംവിധാനങ്ങളും കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ലക്ഷ്യം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യകളും ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഘടിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുകയാണ്. ഇതൊരു പുതിയ ആയുധം കൂട്ടിച്ചേർക്കൽ എന്നതിലുപരി ഭാവിയിലെ യുദ്ധങ്ങൾക്കായി വ്യോമസേനയെ പൂർണ്ണമായും സജ്ജമാക്കാനുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ആശയം ഔദ്യോഗികമായി രൂപം കൊണ്ടത് ഡൽഹിയിൽ നടന്ന IAF SIDM സംഘടിപ്പിച്ച സങ്കൽപ് 2026 എന്ന സെമിനാറിലാണ്. ഈ വേദിയിൽ ഇന്ത്യൻ വ്യോമസേന വിവിധ സാങ്കേതിക വെല്ലുവിളികളും ഭാവിയിൽ ആവശ്യമായ പ്രതിരോധ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രശ്ന പ്രസ്താവനകളുടെ കൈപുസ്തകം പുറത്തിറക്കി. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ കമ്പനികൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ആഭ്യന്തര നിർമ്മാതാക്കൾക്കും ഭാവിയിലെ ആവശ്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സ്വദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം താഴ്ന്നുയരത്തിൽ സാവധാനത്തിൽ പറക്കുന്ന ഡ്രോണുകളെ അതിവേഗം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന പ്രത്യേക മൈക്രോ മിസൈലുകൾ വികസിപ്പിക്കുക എന്നതാണ്. നിലവിൽ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന 20mm മുൻവശ തോക്കുകൾ പരമ്പരാഗത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഫലപ്രദമാണെങ്കിലും വളരെ ചെറിയ വലിപ്പമുള്ളതും അതിവേഗ ദിശമാറ്റങ്ങൾ നടത്തുന്ന ഡ്രോണുകളെ കൃത്യമായി ലക്ഷ്യമിടുന്നത് അത്ര എളുപ്പമല്ല. അതിനാൽ ഡ്രോണുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മൈക്രോ മിസൈലുകളാണ് ഇന്ത്യൻ വ്യോമസേന പരിഗണിക്കുന്നത്. വലുപ്പത്തിൽ ചെറുതും ഭാരം കുറഞ്ഞതുമായ ഈ മിസൈലുകൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഡ്രോണുകളെ ഒരേ സമയം നേരിടാൻ സഹായിക്കുമെന്നതാണ് പ്രതീക്ഷ. ഈ പദ്ധതിയിലെ മറ്റൊരു പ്രധാന ഘടകം കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ലക്ഷ്യം തിരിച്ചറിയൽ സംവിധാനങ്ങളാണ്. യുദ്ധ സാഹചര്യത്തിൽ ഒരേ സമയം നിരവധി ഡ്രോണുകൾ വ്യത്യസ്ത ദിശകളിൽ നിന്ന് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ടോ സാധാരണ റഡാറുകളിലൂടെയോ എല്ലാ ഭീഷണികളെയും കൃത്യമായി തിരിച്ചറിയുക എപ്പോഴും സാധ്യമല്ല. അതിനാൽ AI ഉപയോഗിച്ച് ഡ്രോണുകളെ സ്വയം തിരിച്ചറിയുകയും അവയുടെ വേഗത, ദിശ, ഉയരം, ഭീഷണിയുടെ തോത് എന്നിവ വിലയിരുത്തി ഏറ്റവും അപകടകാരികളായ ലക്ഷ്യങ്ങളെ മുൻഗണന നൽകി ആക്രമിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇന്ത്യൻ വ്യോമസേന ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പൈലറ്റിന്റെ ജോലിഭാരം ഗണ്യമായി കുറയുകയും പ്രതികരണ വേഗത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തുന്നത് മാത്രമല്ല, അവയുടെ ആശയവിനിമയവും നിയന്ത്രണ സംവിധാനവും തകർക്കുക എന്നതും ഇന്ത്യൻ വ്യോമസേന പദ്ധതിയിടുന്നുണ്ട്. അതിനായി ഭാരം കുറഞ്ഞ റേഡിയോ ഫ്രീക്വൻസി ജാമറുകളും GPS ജാമറുകളും ഹെലികോപ്റ്ററുകളിൽ ഘടിപ്പിക്കാനാണ് പദ്ധതി. റേഡിയോ ഫ്രീക്വൻസി ജാമറുകൾ ഡ്രോണും അതിന്റെ നിയന്ത്രണ കേന്ദ്രവും തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുത്തും. അതേസമയം GPS ജാമറുകൾ ഡ്രോണിന്റെ നാവിഗേഷൻ സംവിധാനത്തെ തകരാറിലാക്കും. ഇതിലൂടെ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴിതെറ്റുകയോ നിയന്ത്രണം നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഡ്രോണുകളെ ശാരീരികമായി നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇലക്ട്രോണിക് രീതിയിലും നിർവീര്യമാക്കുന്ന ബഹുമുഖ പ്രതിരോധ സംവിധാനമാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത്. മൈക്രോ മിസൈലുകളുടെ വാർഹെഡിലും വ്യത്യസ്ത സാങ്കേതിക വിദ്യകളാണ് പരിഗണിക്കുന്നത്. പ്രോക്സിമിറ്റി ഫ്യൂസ്ഡ് അല്ലെങ്കിൽ ടൈം ഡിലേ ഫ്രാഗ്മെന്റേഷൻ വാർഹെഡുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. സാധാരണ മിസൈലുകൾ ലക്ഷ്യത്തിലേക്ക് നേരിട്ട് പതിച്ചാണ് പൊട്ടിത്തെറിക്കുന്നത്. എന്നാൽ ഡ്രോണുകൾ വളരെ ചെറുതായതിനാൽ കൃത്യമായ നേരിട്ടുള്ള പ്രഹരം എല്ലാ സമയത്തും സാധ്യമാകണമെന്നില്ല. അതിനാൽ ലക്ഷ്യത്തിന് സമീപം എത്തിയാൽ സ്വയം പൊട്ടിത്തെറിക്കുന്ന വാർഹെഡുകളാണ് ഈ സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. സ്ഫോടനത്തോടെ നൂറുകണക്കിന് ലോഹകണങ്ങളോ പെലേറ്റുകളോ ഉയർന്ന വേഗത്തിൽ ചിതറുകയും അതിലൂടെ സമീപത്തുള്ള ഡ്രോണിനെ നശിപ്പിക്കുകയും ചെയ്യും. ഏകദേശം 25 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഇത്തരം സ്ഫോടനങ്ങൾ ഫലപ്രദമാകുന്ന രീതിയിലാണ് ഇന്ത്യൻ വ്യോമസേന ഈ സംവിധാനത്തെ രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഏത് ഹെലികോപ്റ്ററുകളിലാണ് ആദ്യം സ്ഥാപിക്കുകയെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും അമേരിക്കയിൽ നിന്ന് വാങ്ങിയ AH-64E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളിലും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ പ്രച്ഛന്തിലുമാണ് ഈ സംവിധാനങ്ങൾ ആദ്യം ഉൾപ്പെടുത്താൻ സാധ്യതയെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ആധുനിക സെൻസറുകളും ശക്തമായ ആയുധ സംവിധാനങ്ങളും വഹിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകളായതിനാൽ ഇവ പുതിയ ദൗത്യത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ഹെലികോപ്റ്ററുകളായി കണക്കാക്കപ്പെടുന്നു. ഇതുവരെ ഇന്ത്യയുടെ ഡ്രോൺ പ്രതിരോധ സംവിധാനം പ്രധാനമായും ഭൂമിയിൽ സ്ഥാപിച്ച റഡാറുകൾ, മിസൈൽ സംവിധാനങ്ങൾ, ജാമറുകൾ എന്നിവയെ ആശ്രയിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ താഴ്ന്നുയരത്തിൽ മലനിരകൾക്കും മരങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തുന്നത് ഇത്തരം സംവിധാനങ്ങൾക്ക് എപ്പോഴും എളുപ്പമല്ല. ഭൂപ്രദേശത്തിന്റെ മറവ് ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ഡ്രോണുകൾ പലപ്പോഴും റഡാറുകളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോകും. ഇതിനെ ലൈൻ ഓഫ് സൈറ്റ് ബ്ലൈൻഡഡ് സ്പോട്ട് എന്നാണ് സൈനിക ഭാഷയിൽ വിശേഷിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിമിതികൾ മറികടക്കാൻ ആകാശത്ത് തന്നെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകളെ മൊബൈൽ എയർ ഡിഫൻസ് പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റാനാണ് ഇന്ത്യൻ വ്യോമസേന ശ്രമിക്കുന്നത്.
ഇതിനു പിന്നിൽ അടുത്ത കാലത്തെ യുദ്ധാനുഭവങ്ങളും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് വില കൂടിയ ടാങ്കുകളും ഹെലികോപ്റ്ററുകളും പ്രതിരോധ സംവിധാനങ്ങളും നശിപ്പിച്ച നിരവധി സംഭവങ്ങൾ ലോകം കണ്ടുകഴിഞ്ഞു. ഇറാൻ വികസിപ്പിച്ച ഷാഹേദ് ആത്മഹത്യാ ഡ്രോണുകളുടെ ഉപയോഗവും ലോകശ്രദ്ധ നേടിയിരിക്കുന്നു. അതേസമയം ഇന്ത്യയും സമീപകാല ഓപ്പറേഷൻ സിന്ദൂറിനിടെ ആക്രമണ പ്രതിരോധ ഡ്രോൺ സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷം രാജ്യത്തിന്റെ ആക്രമണശേഷിയും പ്രതിരോധ ശേഷിയും ഒരുപോലെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് വേഗത്തിലായത്. ഡ്രോണുകൾ ഇന്ന് വെറും നിരീക്ഷണ ഉപകരണങ്ങൾ മാത്രമല്ല, ആക്രമണം നടത്താനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാനും കൃത്യമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനും കൂട്ടത്തോടെ ആക്രമണം നടത്താനും കഴിയുന്ന അതിശക്തമായ യുദ്ധോപകരണങ്ങളായി അവ മാറിക്കഴിഞ്ഞു. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെ പങ്ക് ഇനിയും വർദ്ധിക്കുമെന്നത് വ്യക്തമാണ്. അതിനാൽ തന്നെ അവയെ നേരിടാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും അതേ വേഗത്തിൽ വികസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ പദ്ധതി ആ ആവശ്യകതയെ മുൻകൂട്ടി കണ്ടുള്ള ദീർഘവീക്ഷണമുള്ള നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കൃത്രിമ ബുദ്ധിയും മൈക്രോ മിസൈലുകളും ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യകളും ഒരുമിപ്പിച്ചുള്ള ഈ സംയോജിത പ്രതിരോധ സംവിധാനം യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ ഇനി വെറും ആക്രമണ പ്ലാറ്റ്ഫോമുകൾ മാത്രമാകില്ല. ആകാശത്ത് പറക്കുന്ന ചെറുതും അപകടകാരികളുമായ ഡ്രോണുകളെ വേട്ടയാടുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളായി അവ മാറും. മാറുന്ന യുദ്ധരീതികൾക്കനുസരിച്ച് സൈനിക സാങ്കേതിക വിദ്യയും മാറേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരിക്കും ഈ നീക്കം.